ഇനി ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുകളിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം പുതിയതായി രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ പരാതിക്കാരനായിട്ടുള്ള മലപ്പുറം സ്വദേശി ഹനീഫ ആലപ്പുഴയിലെത്തി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഒപ്പം തെളിവായി താൻ പകർത്തിയ ദൃശ്യങ്ങളും പോലീസിന് കൈമാറി. രണ്ടാമത്തെ കേസിലും ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് സൗത്ത് CI KP ടോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. വണ്ടി നമ്പർ എടുത്തോളി. ആലപ്പുഴ ആലപ്പുഴ അതാ കണ്ടോളി 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 കണ്ടോളി. വണ്ടിയിലാ കുത്തിക്കാൻ നോക്കുന്നേ, വണ്ടിയിലാ കുത്തിക്കാൻ നോക്കുന്നേ, വണ്ടിയിലാ കുത്തിക്കാൻ നോക്കുന്നേ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ ഹനീഫയാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശാനുസരണം ആലപ്പുഴയിലെത്തി സംഭവങ്ങൾ വിവരിച്ചത്. തന്നെ പ്രതികളായ ശരത്തും വിവേകും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ഹനീഫയുടെ പരാതി. സംഭവം നടന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പള്ളാത്തുരുത്തി ഭാഗത്തെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹനീഫ കാര്യങ്ങൾ വിശദീകരിച്ചു. കഴിഞ്ഞ മാർച്ച് 30 പുലർച്ചെ 4:54 പാതിരപ്പള്ളിയിലേതിന് സമാനമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്ത ഹനീഫയെയും പ്രതികളായ ശരത്തും വിവേകും ടാങ്കർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നെല്ല് സംഭരണത്തിന്റെ ഭാഗമായി ലോറിയുമായി ആലപ്പുഴയിലെത്തിയതായിരുന്നു ഹനീഫ. അതേ വണ്ടിയാണ് അത്. ഇതേ സ്ഥലത്തായിരുന്നു ഞാൻ ലോറി നിർത്തിയിട്ടുണ്ടായിരുന്നു. ലോറി നിർത്തി ഞാൻ നോമ്പ് കാലാണ്. അപ്പോൾ നോമ്പിന് അത്താഴത്തിന് വേണ്ടിയാണ് എണീക്കുന്ന ഒരു പതിവുണ്ട്. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭാഗത്ത് വെച്ചിട്ടാണ് അവർ റോഡിന്റെ ഇടത് ഭാഗത്ത് വെച്ചിട്ടാണ് അവരെ വേസ്റ്റ് തട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുക. അവർ വന്നുകൊണ്ട് എന്ത് ചെയ്തു, നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്ത്, അങ്ങനെ ഒരുപാട് തെറി പറഞ്ഞു. അങ്ങനെ വണ്ടി അടിച്ച് ഇവിടെ വെച്ചിട്ടാണ് ആ വണ്ടി ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ, ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ വെച്ചിട്ട് തന്നെ റിവേഴ്സ് ഇട്ടാണ്ട് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ വധശ്രമ കേസിലും പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സൗത്ത് CI KP ടോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. നിലവിൽ ആദ്യ കേസിൽ റിമാൻഡിലാണ് പ്രതികളായ ശരത്തും വിവേകും. മാസ്റ്റർ എഴുതി കഴിഞ്ഞിട്ട് ഇദ്ദേഹം എടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ നമ്മൾ ഈ കേസിലേക്ക് നമ്മൾ എടുക്കും. അത് കോടതിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ പ്രതികളായിട്ടുള്ള അന്വേഷണം, അറസ്റ്റ്, മറ്റു കാര്യങ്ങളിലേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച പാതിരപ്പള്ളി സ്വദേശികളായ അജിത്തിനെയും സോജുവിനെയും പ്രതികൾ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തുവരുന്നത്. പാതിരപ്പള്ളി റേഡിയോ സ്റ്റേഷന് സമീപം പുലർച്ചെ ശരത്തും വിവേകും ചേർന്ന് കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇരുവരും മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണം. യുവാക്കളുടെ ഇരുചക്ര വാഹനത്തിന് പിന്നാലെ 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പ്രതികൾ ടാങ്കർ ലോറി ഉപയോഗിച്ച് ദേശീയപാതയിൽ സോജുവിനെയും അജിത്തിനെയും ഇടിച്ചു വീഴ്ത്തിയത്. സംഭവം അതീവ ഗൗരവത്തിലെടുത്ത ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മാലിന്യം തള്ളുന്ന വണ്ടികളും ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങളെയും അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ.